മലയാളത്തിൽ ഇപ്പം വെങ്കി ചെയ്ത സിനിമകളാണെങ്കിൽ ഇപ്പോൾ ഒരു ബോക്സിനുള്ളിൽ എപ്പോഴും വെങ്കിയെ നിർത്താനായിട്ട് ശ്രമിച്ചുള്ളൂ എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പോൾ ഒരു ടോക്സിക് ബോയ് ഫ്രണ്ട് അല്ലെങ്കിൽ ഒരു അതെ അത്തരത്തിലൊരു ക്യാരക്ടേഴ്സിൽ എപ്പോഴേക്കും വെങ്കിയെ നിർത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മലയാളത്തിൽ ഇനി ഒരു സിനിമ സെലക്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ ഈ കിങ്ഡത്തിൻ്റെ ഈ ഒരു വിജയവും ഈ ക്യാരക്ടർ ഇതിൻ്റെയൊക്കെ ഈ ഒരു പാരാമീറ്റേഴ്സൊക്കെ ഇനി കൺസിഡർ ചെയ്യൂലേ വെങ്കി? തീർച്ചയായും അതിന് ചെയ്യില്ല ബ്രോ. ഇപ്പം എന്തായാലും ഞാൻ ചെയ്യില്ല ബ്രോ. കാരണം എനിക്ക് ഒരു സമയത്ത് കോൾ വന്നുകൊണ്ടിരുന്നപ്പോൾ ഞാൻ എടുത്ത് ചോദിച്ചു തുടങ്ങി, ചേട്ടാ ടോക്സിക് ബോയ് ഫ്രണ്ട് ആണോ? അങ്ങനെ ടോക്സിസിറ്റി ഒന്നുമില്ല, എന്നാലും പക്ഷേ സ്ക്രിപ്റ്റ് വരുന്നുള്ളതിൽ ഞാൻ ഹാപ്പിയാണ്, വരുന്നുള്ളതിൽ. പക്ഷേ എനിക്ക് ഇതേ സാധനം വരുന്നുണ്ട്. എൻ്റെ ആഗ്രഹം എന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെയാണ് ബ്രോ. ഞാൻ എൻ്റെ എല്ലാ കോളിലും ഞാൻ പറയും, ചേട്ടനെ വിളിച്ചതിൽ എനിക്ക് ഭയങ്കര സന്തോഷം ചേട്ടാ, കുറേ നാളായി ഞാൻ സ്ക്രിപ്റ്റ് കേട്ടു. ഞാൻ എല്ലാവരുടെ അടുത്തും അത് എന്നെ വിളിച്ചതിൽ ഭയങ്കര സന്തോഷം ചേട്ടാ, എന്നെ പരിഗണിച്ചതിൽ ഭയങ്കര സന്തോഷം. അത് അൾട്ടിമേറ്റ്. നമ്മളൊരാളുടെ കാസ്റ്റിൽ പരിഗണിക്കപ്പെടുക എന്ന് പറയുന്നത് ഭയങ്കരമാണ്. അത് പലരും ആഗ്രഹിക്കുന്ന കാര്യമാണ്. പക്ഷേ എനിക്ക് ഇതുപോലത്തെ വരുമ്പം ഞാൻ ഇത് തന്നെ ചെയ്തുകൊണ്ടിരുന്നാൽ ഞാൻ ഇതിലായിരിക്കും പോകും ബ്രോ. ഒരു ബേസിക് ടെംപ്ലേറ്റ് എനിക്ക് വരും. അപ്പം അത് കാരണം ഞാൻ പറയും, ചേട്ടാ എനിക്ക് വേറൊരു പരിപാടി പിടിക്കണം ചേട്ടാ. അവരും പറയും ഓക്കേടാ, ഞാൻ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ പറയാം. അങ്ങനത്തെ സെൻസിലേ ഉള്ളൂ. എന്നെ വിളിക്കുന്നവർ, ഞാൻ ഇടപെടുന്നവർ, അല്ലെങ്കിൽ എൻ്റെ സറൗണ്ടിങ്സ് ഉള്ളവർ എല്ലാവരും നല്ല മനുഷ്യരാണ് ബ്രോ. നമ്മുടെ ഫീലിങ്സ് പറഞ്ഞാൽ അവർക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. അതെ. അമ്മ എന്ത് പറയുന്നു? അമ്മ ഹാപ്പിയാണ്? അമ്മ കിടിലം, അമ്മ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുക. പടം കണ്ടത് അമ്മ ട്രിവാൻഡ്രത്ത് നിന്ന് എയറിസ് ഫ്ലെക്സ് എന്നാണ് പടം കണ്ടത്. അത്യാവശ്യം ആളൊക്കെ ഉണ്ടായിരുന്നു, കൈയടിയും കാര്യങ്ങളൊക്കെ കിട്ടി. അമ്മ ഭയങ്കര ഹാപ്പിയാണ്. അപ്പൊ ഈ സീനുകളൊക്കെ കണ്ടപ്പോൾ എന്ത് പറയുന്നത്? പ്രേക്ഷകരൊക്കെ കൈയടിക്കുന്ന കണ്ടപ്പോൾ അമ്മയുടെ ഒരു റിയാക്ഷൻ ഒക്കെ സംസാരിച്ചത്? ഞാൻ ഫോണിൽ സംസാരിച്ചു. ഞാൻ സമയത്ത് ഹൈദരാബാദായിരുന്നു. അപ്പൊ പറഞ്ഞ് അടിപൊളി സൂപ്പർ കേട്ടോ. അപ്പൊ അമ്മ തമിഴാണ്ട്, അമ്മക്ക് തെലുങ്കൊന്നും മനസ്സിലാവില്ല. അപ്പം അമ്മ ഭയങ്കര എക്സൈറ്റഡാ. വീട്ടിലും അതിനുശേഷം ആൾക്കാരൊക്കെ വരുന്നു, അമ്മയുടെ ഓഫീസിലുള്ളവർ കണ്ടപ്പോഴും നല്ല അഭിപ്രായം പറയുന്നു. അപ്പോൾ ഒരു അമ്മ എന്നുള്ള രീതിയിൽ അമ്മ പ്രൗഡാണ്. ഐ ആം വെരി ഹാപ്പി അബൌട്ട് ദാറ്റ്. അപ്പോൾ ഈ നായകനിലൊരു ഇൻട്രോ വീഡിയോ ഞാൻ കണ്ടു. അതിൽ കൊച്ചിലെ ഫാൻസി ഡ്രസ്സിലൊക്കെ അഭിനയിക്കുന്ന കാര്യങ്ങളും, പിന്നെ കൂട്ടുകാർ കമ്പിത്തിരി എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫിലിം ചെയ്യാൻ നോക്കി, പക്ഷെ അത് കത്തിയില്ല എന്ന് പറയുന്ന ഒരു ഇതൊക്കെ. അപ്പം ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ വെങ്കി നായകന് ശേഷം 1-2 സിനിമകൾ കമ്മിറ്റ് ചെയ്തു, പക്ഷെ അത് നടന്നില്ല എന്നുള്ളൊരു ഇതൊക്കെ വെങ്കി തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും സമയത്ത് തളർന്നു പോയിട്ടുണ്ടോ? എൻ്റെ തന്നെ വേറൊരു സിനിമ ഇറങ്ങിയിട്ട് നമ്മൾ വിചാരിച്ച പോലെ ആൾക്കാർ ആ പടം കണ്ടില്ല. കാണാതെ വന്നപ്പോഴേക്കും എനിക്ക് വേറെ സിനിമകളൊന്നുമില്ല, അമ്മയെ നോക്കണം എന്നുള്ള, അപ്പം അങ്ങനത്തെ ചിന്തകളിൽ തളർന്നിട്ടുണ്ട്. ഇതല്ലേ നമുക്ക് പറഞ്ഞിട്ടുള്ളത്, വേറെ സിനിമ നോക്കണോ എന്നുള്ള തീരുമാനം എടുത്തപ്പോൾ തന്നെ എനിക്ക് അടുത്ത പടം വന്നു, റിബൽ. തമിഴിൽ ഞാൻ ലോഞ്ചായി.